ഈസ്റ്റും അപ്പക്കാരും ഒന്നും ഇടാതെ നല്ല പൊരിഞ്ഞ വെള്ളയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ നമ്മൾ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഇതിൻ്റെ അകത്ത് ചേർത്തുന്നില്ല. അപ്പം നല്ല മൊരിഞ്ഞ ഇത് കണ്ട, ഇതേപോലെ മൊരിഞ്ഞ നല്ല വെള്ളയപ്പത്തിന് മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സാധാരണ പറയൽ നമ്മൾ ചൂട് സമയത്ത് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പുളിച്ച് കിട്ടുന്നതാണ്. പക്ഷേ ഇത് മഴ സമയമാണ്, നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഇത്രയും പെട്ടെന്ന് പുളിച്ചിട്ട് നമുക്ക് നല്ല വെള്ളയപ്പം തയ്യാറാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ നമ്മൾ അപ്പത്തിനൊക്കെ അരക്കാനെടുക്കുന്ന പച്ചരി അത് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ചോറിടുക. ഇത് ചുവന്ന അരിൻ്റെ ചോറാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് ചോറ് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ തേങ്ങ കുറച്ച് കൂടുതലിടാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. പിന്നെ പുളിക്കാനും കുറച്ചും കൂടെ നല്ലതാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ നല്ല തേങ്ങയിടാം. പിന്നെ ഇടുന്നത് ഇത് തേങ്ങൻ്റെ വെള്ളമാണ്. ഞാൻ ഇന്നലെ തേങ്ങൻ്റെ വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരിത്തിരി പഞ്ചസാര ഇട്ടിട്ട് മാറ്റി വെച്ചതാണ്. അത് ഇന്നേക്ക് ഇതേപോലെ ആയിട്ടുണ്ട്. അപ്പം തേങ്ങ വെള്ളം നമ്മൾ കളയാതെ ഇതേപോലെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരിത്തിരി പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അത് ബെസ്റ്റാണ് നമ്മളെ വെള്ളയപ്പത്തിന്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ ഇട്ട് അരച്ചെടുക്കുക. ഇത് നമ്മൾ കുറേ ടൈമൊന്നും പുളിപ്പിക്കാൻ വെക്കണം എന്നില്ല. നമുക്ക് അരച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. നമുക്ക് വേഗം വെള്ളയപ്പം റെഡിയാക്കി എടുക്കാനും കഴിയും. അല്ലാതെ നമ്മൾ രാത്രി തന്നെ അരച്ച് വെച്ച് പിറ്റേന്ന് നേരം വെളുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. പിന്നെ കുറച്ച് കൂടുതൽ സമയം വെക്കാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും. ഇപ്പം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റപാട് അരച്ച് വെച്ചാൽ തന്നെ നമുക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആകുന്ന സമയമാകുമ്പോഴത്തേക്ക് കറക്റ്റ് പുളിച്ചു വരും. ഇത് കണ്ട് ഇപ്പം നമ്മൾ അരച്ച് വെച്ചപാട് കണ്ട അതിൻ്റെ അകത്ത് ഫുള്ളും കുമിളകൾ വന്നിട്ട് പുളിപ്പ് വരുന്നതിൻ്റെ കണ്ട ഇതേപോലെ ആയിട്ടുണ്ടാവും. ഇനി ഇതൊരു കുറച്ച് സമയം നമ്മൾ അടച്ചു വെച്ചാൽ മാത്രം മതി. അപ്പോഴേക്ക് ഇത് പൊങ്ങി വരും. ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റപാട് അരച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ ചുടണ്ട പാകമാകുമ്പോഴത്തേക്ക് ഇത് ഇത്ര പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല വെള്ളയപ്പത്തിൻ്റെ മാവായിട്ടുണ്ട് കണ്ട, നല്ല കട്ടിക്ക് ആവശ്യത്തിനായിട്ടുണ്ട്. അപ്പോൾ തേങ്ങ വെള്ളം നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്ത് പഞ്ചസാര ഇട്ട് വെച്ച് മാറ്റി വെച്ചാൽ തന്നെ അത് നമ്മൾ ആവശ്യത്തിനുള്ള മാവ് പൊങ്ങണ്ട ആ ടൈപ്പിലായി കിട്ടും. അപ്പം നന്നായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാം. സാധാരണ നമ്മൾ ചുടുന്നത് പോലെ തന്നെ. പക്ഷേ എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വെള്ളയപ്പം ചുടുന്ന ചട്ടി ഞാൻ ബാംഗ്ലൂർ മോൻ്റെ അടുത്ത് കൊണ്ടുപോയത് എനിക്ക് ഓർമ്മയില്ല. അത് ഓർമ്മയില്ലാതെ ഞാൻ വെള്ളയപ്പത്തിന് അരി അരച്ചത്. അപ്പം നമ്മൾ സാധാരണ കലത്തപ്പൊക്കെ ചുടുന്ന ചീനച്ചട്ടി ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് വെള്ളയപ്പം ചുടൽ കുറവാണ്. പക്ഷേ നേരെ കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വലിയ ചീനച്ചട്ടിയാണ്. സാധാരണ ഞാൻ വെള്ളയപ്പം ചുടുന്ന ചീനച്ചട്ടിയല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് ഒഴിച്ചിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കാണുന്നില്ല ഇങ്ങനെ ഹോൾസ് വന്ന് കഴിയുമ്പോൾ നമ്മളിത് അടച്ചു വെക്കേണ്ടത്. ഇത് അടച്ചിട്ട് ആ ആവിയിൽ തന്നെ വെന്ത് കിട്ടും. അപ്പം നമുക്കിതൊന്ന് ചിള്ളിയെടുക്കാം. ഇത് കണ്ടോ, കുറച്ച് ഉറപ്പോടെയാണ് ചിള്ളിയിട്ടെടുക്കാൻ പറ്റിയിട്ടുള്ളത്. മറ്റേതിലാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് തന്നെ നമുക്ക് എടുക്കാം. ചട്ടുവം ഇല്ലാതെ തന്നെ ചിള്ളിയെടുക്കാൻ വേണ്ടി പറ്റുമോ. അപ്പോൾ ഇനി 2-3 പ്രാവശ്യം ഇത് ചുട്ട് കഴിയുമ്പോൾ പിന്നെ ഇതിൽ ഈസി ആയിട്ട് ഈ ചീൻചട്ടിയിൽ നന്നായിട്ട് വരും. നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ലാതെ ചിള്ളിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ രണ്ടാമത്തെ തവണയും ഞാൻ ഇതുപോലെ ഒഴിച്ച് എണ്ണ കുറയൊന്നും ഇതിൻ്റെ അകത്ത് തൂവണ്ട. ഒരിത്തിരി ഇങ്ങനെ വേണമെങ്കിൽ തടവിയാൽ മതി. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് അല്ലാത്ത ഞാൻ വെള്ളയപ്പം ചുടാത്ത ചീനച്ചട്ടി ആയതുകൊണ്ട് ഒരിത്തിരി എണ്ണ ഇങ്ങനെ തടവിയിട്ട് മാത്രമുണ്ട്. നമ്മൾ ദോശക്കൊക്കെ തടവുന്നത് മാതിരി. അല്ലെങ്കിൽ എണ്ണ തടവേണ്ട ആവശ്യമില്ല നോൺ സ്റ്റിക്ക് നമ്മൾ സ്ഥിരം ചുടുന്ന ചട്ടിയാണെങ്കിൽ. അപ്പോൾ ഒരു തവണയും കൂടി ഞാൻ ഇതുപോലെ ഒഴിച്ച് വെച്ചിട്ട് അതിൻ്റെ കുമിളകളൊക്കെ പൊങ്ങി കാണുന്ന സമയത്ത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ മൊരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ചീനച്ചട്ടിയിൽ നിന്ന് ചിള്ളിയിട്ടെടുത്ത്. അപ്പം ഞാൻ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് വെള്ളയപ്പം വന്നിട്ടുണ്ട് ചട്ടിയില്ലെങ്കിലും. അത് ആ മാവിൻ്റെ നല്ല മാവായതുകൊണ്ട് ഇത്ര നന്നായിട്ട് വന്നിട്ടുള്ളത് കണ്ടോ, നല്ല മൊരിഞ്ഞിട്ട് നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈസ്റ്റും സോഡക്കാര അപ്പക്കാര അങ്ങനെയൊന്നും ഇടാതെ തന്നെ നല്ല വൃത്തിയിൽ വെള്ളയപ്പം റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും.